ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പത്തിനും ചപ്പാത്തിയുടെയൊക്കെ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു പാൻ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവാള ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഗരം മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ ഈ ഉള്ളിയിലേക്ക് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഗരം മസാല ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ ചിരുമിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇല്ലാതെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാളയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മസാലകളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ മുട്ടയാണ്. ഒരു 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയും കൂടി ഇട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മളപ്പം തന്നെ മുട്ട ഒന്ന് ഇളക്കി കൊടുക്കുന്നില്ല, കുറച്ച് നേരം നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടാണ് മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നത്. അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് ചിക്കി കൊടുക്കാം.
ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഉള്ളിലെല്ലാം പിടിച്ച് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ നേരത്തെ ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അപ്പം അത്യാവശ്യത്തിന് ഉപ്പ് നമ്മുടെ തോരത്തിനുണ്ട്. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.